നമസ്കാരം. നമ്മുടെ ഭരണഘടനാ ശില്പിയായ മഹാനായ ഡോക്ടർ അംബേദ്കർ ഭരണഘടനാ അസംബ്ലിയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ പുതിയ ഭരണഘടന വർക്കബിളാണ്, വളരെ പ്രായോഗികമാണ്, ഫ്ലെക്സിബിളാണ്, നല്ല വഴക്കം ഉള്ളതാണ്, അത് വളരെ സ്ട്രോങ് ആണ്. യുദ്ധത്തിലും സമാധാനത്തിലുമൊക്കെ നമ്മുടെ മഹത്തായ രാജ്യത്തെ ചേർത്ത് പിടിച്ച് ഒറ്റക്കെട്ടായി നിർത്താൻ അത്ര സ്ട്രോങ് ആയതാണ് നമ്മുടെ ഭരണഘടന എന്ന് പറഞ്ഞു. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, അഥവാ ഈ ഭരണഘടനയുടെ കീഴിൽ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചാൽ അത് ഭരണഘടനയുടെ കുഴപ്പം കൊണ്ടായിരിക്കില്ല, മറിച്ച് അത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ നീചന്മാർ ആയതുകൊണ്ടായിരിക്കും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തമിഴ്നാട്ടിലെ കേസിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്കറിയാം. അതായത് തമിഴ്നാട് അസംബ്ലി പാസാക്കിയ 12ഓളം ബില്ലുകൾ അകാരണമായി അവിടുത്തെ ഗവർണർ പിടിച്ചു വയ്ക്കുകയുണ്ടായി. ഒരു ബില്ല് പാസാക്കി ഗവർണർക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് മണി ബില്ല് അല്ലാത്ത പക്ഷം ഒന്നുകിൽ അദ്ദേഹം അതിൽ ഉൾപ്പെടണം, അല്ലെങ്കിൽ അദ്ദേഹം അതൊരു റീകൺസിഡറേഷനായിട്ട് അസംബ്ലിക്ക് തിരിച്ചയക്കണം. അതുമല്ലെങ്കിൽ അദ്ദേഹം അതിനെ പ്രസിഡന്റിന്റെ അംഗീകാരത്തിനായി റിസർവ് ചെയ്യണം. മണി ബില്ലാണെങ്കിൽ അദ്ദേഹം അത് ഒന്നുകിൽ ഒപ്പിടണം, അല്ലാത്ത പക്ഷം പ്രസിഡന്റിന്റെ അംഗീകാരത്തിനായി റിസർവ് ചെയ്യണം. ഇതാണ് ഗവർണർ ചെയ്യേണ്ട നടപടിക്രമങ്ങൾ. എന്നാൽ അത് ഇത്ര ദിവസത്തിനകം ചെയ്യണം എന്നൊരു സമയപരിധി നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. ആ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് ചില ഗവർണർമാർ ബില്ലുകൾ യഥാസമയം ഒപ്പിടാതെ പിടിച്ചു വയ്ക്കാറുണ്ട്. അത് ഒരു സംസ്ഥാനത്തെ ഭരണ സംവിധാനത്തെ തന്നെ താറുമാറാക്കുകയും ഭരണഘടനയുടെ സ്പിരിറ്റിനെ തന്നെ ദോഷകരമായി ബാധിക്കുകയും കൂടാതെ അവിടുത്തെ ജനങ്ങളുടെ ഹിതത്തിന് എതിരായതും ആയ ഒരു നടപടിയാണ്. അതായത് ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നിലച്ചു പോകുന്നു. തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ഒക്കെ പോലെ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന ഗവർണർമാർ ഇത്തരം ഭരണഘടനാ വിരുദ്ധമായ നടപടികൾ സ്വീകരിക്കുന്നത് വളരെ സർവ്വസാധാരണമാണ്. നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 361 വളരെ വിശേഷപ്പെട്ട ഒന്നാണ്. അതിന് പ്രകാരം നമ്മുടെ രാജ്യത്തിന്റെ പ്രസിഡന്റോ സംസ്ഥാനങ്ങളുടെ ഗവർണർമാരോ അവരുടെ കൃത്യനിർവഹണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ട് എന്നുള്ള ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കോടതിയിലും ഹാജരായി തങ്ങളുടെ അഭിപ്രായമോ മറുപടികളോ ഒന്നും തന്നെ കൊടുക്കാൻ ബാധ്യസ്ഥരല്ല. ഇത്തരത്തിൽ ഭരണഘടന ഗവർണർമാർക്കും പ്രസിഡന്റിനും നൽകുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ഇമ്മ്യൂണിറ്റിയെ വിശകലനം ചെയ്തുകൊണ്ട് നമ്മുടെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് 5 അംഗങ്ങൾ ഉള്ള ഭരണഘടനാ ബെഞ്ച് 2006 ഒരു ലാൻഡ്മാർക്ക് ജഡ്ജിമെന്റ് പ്രസ്താവിക്കുകയുണ്ടായി. അതിൽ നമ്മുടെ മലയാളിയായിരുന്ന പിന്നീട് ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് KG ബാലകൃഷ്ണനും അംഗമായിരുന്നു. അതിൽ പറയുന്നത് ഗവർണർമാർക്കും പ്രസിഡന്റിനും കൊടുത്തിരിക്കുന്ന ഇമ്മ്യൂണിറ്റി പരിപൂർണമാണ്. അവർ തങ്ങളുടെ കൃത്യം നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആരോപണങ്ങൾ ഉള്ള പക്ഷം അവർ ഒരു കോടതിയോടും സമാധാനം പറയേണ്ട ആവശ്യം ഇല്ല. അവരുടെ പേരിൽ നോട്ടീസ് അയക്കാനോ ഉത്തരങ്ങൾ ആവശ്യപ്പെടാനോ ഒരു കോടതിക്കും അധികാരമില്ല, അത് സാധ്യമല്ല. അഥവാ ഇനി അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വമേധയാ എന്തെങ്കിലും സത്യവാങ്മൂലം കോടതിയുടെ ഏതെങ്കിലും കേസിൽ കോടതിയെ സഹായിക്കാൻ വേണ്ടി സ്വമേധയാ നൽകാവുന്നതാണ്. പക്ഷേ കോടതിക്ക് ഒരു സത്യവാങ്മൂലം അവരോട് ആവശ്യപ്പെടാൻ കഴിയില്ല. ആർട്ടിക്കിൾ 361 മേൽപ്പറഞ്ഞ ഇമ്മ്യൂണിറ്റി അവർക്ക് ഉണ്ടെങ്കിലും അവർ തങ്ങളുടെ കൃത്യ നിർവഹണവുമായി ബന്ധപ്പെട്ട് വഞ്ചനാപരമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് പരിശോധിക്കാൻ കോടതിക്ക് പാടില്ല എന്നർത്ഥമില്ല. അത്തരം കേസുകളിൽ അവർ കക്ഷികളായിരിക്കില്ല എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അത്തരം കേസുകളിൽ അവരുടെ പ്രവൃത്തികളെ ഡിഫെൻഡ് ചെയ്യേണ്ടത് അവർ പ്രതിനിധാനം ചെയ്യുന്ന സർക്കാരുകളാണ്. അതായത് പ്രസിഡന്റിന്റെ വീഴ്ചകളെ സംബന്ധിച്ചതാണെങ്കിൽ യൂണിയൻ ഗവൺമെന്റും ഗവർണറെ സംബന്ധിച്ചതാണെങ്കിൽ സംസ്ഥാന സർക്കാരുകളുമാണ് ഈ പ്രസിഡന്റിനെയും ഗവർണറെയും കോടതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ ബാധ്യസ്ഥരായിട്ടുള്ളത്. ഭരണഘടനാപരമായി വളരെയേറെ സങ്കീർണതകൾ നിറഞ്ഞ ഒരു വിഷയമാണ് സംജാതമായിരിക്കുന്നത്. വരാൻ പോകുന്ന ഒരു കൊടുങ്കാറ്റിന്റെ സൂചന മാത്രമാണ് നാം ഇപ്പോൾ കാണുന്നത്. ഈ തമിഴ്നാടിന്റെ കേസ് ടൈറ്റിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ഗവർണർക്കെതിരെ ഒരു കേസ് കോടതിയിൽ കൊടുക്കാൻ സാധ്യം അല്ല എന്നിരിക്കെ എങ്ങനെയാണ് ഗവർണർക്കെതിരെ നൽകിയ ഈ ഹർജി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഫയലിൽ സ്വീകരിച്ചത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം.
സാധാരണഗതിയിൽ ഒരു പൗരന്റെ മൗലികാവകാശം നഷ്ടപ്പെടുന്ന വേളയിലാണ് അയാൾ ആർട്ടിക്കിൾ 32 സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യുന്നത്. ഇവിടെ എന്താണെന്ന് നോക്കൂ, ഒരു സംസ്ഥാനത്തെ ഭരണ തലവനെതിരെ തന്റെ മൗലികാവകാശം നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തിനടിയിലുള്ള ഒരു സർക്കാർ തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്ന വിചിത്രമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ ഇത്തരത്തിലുള്ള ഒരു കേസായിരിക്കും. നേരത്തെ രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതിയായിരുന്ന നളിനി തമിഴ്നാട് ഗവർണർക്കെതിരെ ഇത്തരത്തിൽ ഒരു ഹർജി ആർട്ടിക്കിൾ 226 ബഹുമാനപ്പെട്ട മദ്രാസ് ഹൈക്കോടതി മുമ്പാകെ ഫയൽ ചെയ്യുക ഉണ്ടായി. ഡിവിഷൻ ബെഞ്ചായിരുന്നു അത് പരിഗണിച്ചു. എന്നാൽ ആ കേസിൽ ആദ്യമായി ഉന്നയിക്കപ്പെട്ടത് ആ കേസ് മെയിൻ്റനബിൾ ആണോ അല്ലയോ എന്നുള്ളതായിരുന്നു. അതിന്റെ വിധിയിൽ മദ്രാസ് ഹൈക്കോടതി നാം നേരത്തെ പറഞ്ഞ രാമേശ്വർ പ്രസാദിന്റെ വിധി ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവർണർക്കെതിരെ അദ്ദേഹത്തെ എതിർകക്ഷിയാക്കി കൊടുക്കുന്ന കേസുകളൊന്നും തന്നെ മെയിൻ്റനബിൾ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നളിനിയുടെ കേസ് തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ മാസം 8 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി ഈ തമിഴ്നാട് ഗവർണർക്ക് ബാധകമാണോ അല്ലയോ എന്നുള്ളതാണ് അടുത്ത പ്രധാനമായ മറ്റൊരു ചോദ്യം. തമിഴ്നാടിന്റെ കേസിലെ രണ്ടാമത്തെ എതിർകക്ഷി എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് ഇന്ത്യ ആയിരുന്നു. ഒരു സംസ്ഥാന സർക്കാരിന് കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ ഒരിക്കലും സാധ്യമല്ല. അത് ഭരണഘടന അനുശാസിക്കുന്നില്ല. എന്നാൽ അവർക്ക് സ്യൂട്ട് വേണമെങ്കിൽ ഫയൽ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന്റെ കടമെടുക്കാനുള്ള പരിധിയെ വെട്ടിക്കുറയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയുണ്ടായി. അതൊരു റിട്ട് പെറ്റീഷൻ ആയിരുന്നില്ല, മറിച്ച് ഒരു സ്യൂട്ട് ആയിരുന്നു, സിവിൽ കേസ് ആയിരുന്നു. നിയമം അങ്ങനെയാണെന്നിരിക്കെ എങ്ങനെയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ തമിഴ്നാട് സർക്കാരിന്റെ ഹർജി ഫയലിൽ സ്വീകരിച്ചതെന്നും കോടതി ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട് ഗവർണർക്ക് നോട്ടീസ് അയച്ചതെന്നും എനിക്കിതുവരെ വ്യക്തമായിട്ടില്ല. തമിഴ്നാടിന്റെ ആവശ്യം ഗവർണർ തന്റെ ഭരണഘടനാപരമായ കർത്തവ്യങ്ങൾ നിർവഹിക്കണമെന്നും അനാവശ്യമായി ഈ നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ പിടിച്ചു വയ്ക്കാൻ പാടില്ല എന്നും ആയിരുന്നു. അതിൽ കഴമ്പും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഹർജി നിയമപരമായി നിലനിൽക്കുന്ന ഒന്നായിരുന്നില്ല. ഗവർണറുടെ ഭാഗത്ത് ഭരണഘടനാപരമായ വീഴ്ച ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഭരണഘടനയിൽ ഒരു സമയപരിധി ഇല്ലാതിരുന്നു എങ്കിലും തീർച്ചയായിട്ടും അദ്ദേഹം ഇത്തരത്തിൽ അകാരണമായി ഈ ബില്ലുകൾ പിടിച്ചു വയ്ക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അകാരണമായി ഗവർണർമാർക്ക് ബില്ലുകൾ പിടിച്ചു വയ്ക്കാൻ സാധിക്കില്ല എന്നും അത് ഡെമോക്രാറ്റിക് ഫ്രെയിംവർക്കിന് എതിരാണെന്നും അത് പാർലമെന്ററി ഡെമോക്രസിയെ നിർവീര്യമാക്കുമെന്നും, കാരണം എക്സിക്യൂട്ടീവ് നിയമസഭയോട് ഉത്തരവാദിത്വപ്പെട്ടിരിക്കുന്നു എന്നുമാണ് കോടതി പറഞ്ഞത്. നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ പ്രസിഡന്റും ഗവർണർമാരും ഒപ്പിടാൻ സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു. സത്യത്തിൽ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് തുല്യമായ ഒരു നടപടിയായിരുന്നു സുപ്രീം കോടതി കൈക്കൊണ്ടത്. കൂടാതെ കോടതി പറഞ്ഞു, ഗവർണർ ഈ കാരണം കൂടാതെ പിടിച്ചുവെച്ച് താമസിപ്പിക്കുന്ന ബില്ലുകൾ അത് അദ്ദേഹം ഒപ്പിട്ടതായി കണക്കാക്കാൻ തമിഴ്നാട് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കോടതികൾക്ക് ഭരണഘടന വ്യാഖ്യാനിക്കാം എന്നല്ലാതെ അതിൽ ഭേദഗതി വരുത്താനുള്ള യാതൊരു അവകാശവും ഇല്ല. അതിനുള്ള അവകാശം പാർലമെന്റിൽ മാത്രം നിക്ഷിപ്തമാണ്. എങ്കിൽ തന്നെയും കോടതി ആ കൃത്യം നിർവഹിച്ചു. അതിനായി കോടതി ആശ്രയിച്ചത് ആർട്ടിക്കിൾ 142 ആണ്. ആർട്ടിക്കിൾ 142 പ്രകാരം സുപ്രീം കോടതിക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ പരിപൂർണ നീതി ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി എന്ത് വിധി വേണമെങ്കിലും പറയാനുള്ള അധികാരം ഉണ്ട്. എങ്കിൽ പോലും ഈ ഹർജി നിയമപരമായി മെയിൻ്റനബിളായ നിലനിൽക്കുന്ന ഒന്നാണോ അല്ലയോ എന്നുള്ള കാര്യം വളരെ പ്രസക്തമാണ്. എന്നാലും കോടതി വളരെ ബോൾഡായിട്ട് ഒരു തീരുമാനം എടുത്തു. അതിലൂടെ തമിഴ്നാട് സർക്കാരിന് വളരെ പെട്ടെന്ന് തന്നെ അവർ ആവശ്യപ്പെട്ട പരിഹാരം അല്ലെങ്കിൽ നീതി ലഭിക്കുകയും ചെയ്തു. സുപ്രീം കോടതിയിൽ സാധാരണഗതിയിൽ 2 അംഗ ബെഞ്ചാണ് എല്ലാ കേസുകളും കേൾക്കുന്നത്. പിന്നെ ആവശ്യമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഉയർന്ന ബെഞ്ചുകളിലേക്ക് അയക്കപ്പെടും. ഒരു വിധി സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ ഒരു അപ്പീൽ നൽകാനുള്ള പ്രൊവിഷൻ ഇല്ല. റിവ്യൂ വേണമെങ്കിൽ കൊടുക്കാം. റിവ്യൂ കേൾക്കുന്നത് ആരായിരിക്കും? അതേ ജഡ്ജിമാർ തന്നെയായിരിക്കും വീണ്ടും ആ കേസ് പരിഗണിക്കുക. അങ്ങനെ വരുമ്പോൾ 99.99% പഴയ വിധി തന്നെ പറയാനാണ് സാധ്യത കൂടുതൽ. അങ്ങനെ റിവ്യൂ പെറ്റീഷൻ തള്ളിക്കളഞ്ഞാൽ
പിന്നെയുള്ള ഏക മാർഗം ക്യൂറേറ്റീവ് പെറ്റീഷൻ നൽകുക എന്നുള്ളതാണ്. ക്യൂറേറ്റീവ് പെറ്റീഷൻ വരുമ്പോൾ സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന 3 ജഡ്ജിമാരും ഈ കേസ് വാദം കേട്ട ജഡ്ജിമാരും ചേർന്ന് ആകെ 5 ജഡ്ജിമാരാണ് അതിൽ വാദം കേൾക്കുക. അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സും ആണ്. എന്നാൽ തമിഴ്നാടിന്റെ കേസിൽ കേന്ദ്ര സർക്കാർ അത്തരം ഒരു നടപടി സ്വീകരിച്ചില്ല. തമിഴ്നാടിന്റെ കേസിൽ ഒരു റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്തില്ല. അതോടെ സുപ്രീം കോടതിയുടെ വിധി അന്തിമമായി മാറുകയും ചെയ്തു. പിന്നെയാണ് ഒരു വമ്പൻ ട്വിസ്റ്റ് നടന്നത്. പൊതുപ്രാധാന്യമുള്ള വിഷയങ്ങളിൽ ആർട്ടിക്കിൾ 143 പ്രകാരം പ്രസിഡന്റിന് വസ്തുതാപരവും നിയമപരവുമായ കാര്യങ്ങളെ സംബന്ധിച്ച് സുപ്രീം കോടതിയോട് സ്പഷ്ടീകരണം ആവശ്യപ്പെടാം. ഇത് ആദ്യമായിട്ടല്ല ഇത്തരം ഒരു പ്രസിഡൻഷ്യൽ റെഫറൻസ് നടക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ദ്രൗപദി മുർമു 14 ചോദ്യങ്ങളാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയോട് ചോദിച്ചിരിക്കുന്നത്, സ്പഷ്ടീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആദ്യമായല്ല ഇത്തരം ഒരു റെഫറൻസ് നടക്കുന്നത് എങ്കിൽ തന്നെയും ഇത്തരം റെഫറൻസ് നടത്തുന്നത് വളരെ വളരെ അപൂർവം ആയ സന്ദർഭങ്ങളിൽ മാത്രമാണ്. ഇത്തരത്തിൽ 14 പ്രാവശ്യം പ്രസിഡന്റുമാർ സുപ്രീം കോടതിയോട് ഈ സ്പഷ്ടീകരണം ആവശ്യപ്പെട്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും അവസാനമായി അത് നടന്നത് പ്രണബ് മുഖർജിയുടെ കാലത്തായിരുന്നു. അദ്ദേഹം കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സുപ്രീം കോടതിയോട് സ്പഷ്ടീകരണം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം തികച്ചും വ്യത്യസ്തമാണ്. ഒരു വിഷയത്തെ സംബന്ധിച്ച് സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞു കഴിഞ്ഞു. അതിപ്പോൾ അന്തിമമായി റിവ്യൂ പെറ്റീഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ അതേ വിഷയത്തെ സംബന്ധിച്ച് ആർട്ടിക്കിൾ 143 പ്രകാരം പ്രസിഡന്റ് ഒരു പ്രസിഡൻഷ്യൽ റെഫറൻസ് നടത്തുന്നത് ആ വിധിയെ അപമാനിക്കാൻ വേണ്ടി ആണോ എന്ന ഒരു ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. ചില നിയമ വിദഗ്ധർ പറയുന്നത് ഈ റെഫറൻസ് വളരെ ഭരണഘടനാപരമായ ഒന്നാണ്, അത്തരം ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് എന്നാണ്. പക്ഷേ ചിലർ പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമായ ദുഷ്ടലാക്കോടെ ഉള്ള ഒരു നടപടിയാണ് എന്നാണ്. 1971 സുപ്രീം കോടതിയുടെ 13 ഭരണഘടനാ ബെഞ്ച് കേശവാനന്ദ ഭാരതി കേസിലൂടെ അതിലെ വിധിയിലൂടെ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ കൊണ്ടുവന്നിരുന്നു. ആ അവസരത്തിലും അന്നത്തെ പ്രസിഡന്റ് ഇതേപോലെ ഒരു പ്രസിഡൻഷ്യൽ റെഫറൻസ് നടത്തിയിരുന്നു. അപ്പോൾ അന്ന് കോടതി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിഷയത്തിൽ ഞങ്ങൾ ഒരു വിധി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിന് മറുപടി തരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ വിഷയത്തെ അതേ കേസിനെ വീണ്ടും റീ ഓപ്പൺ ചെയ്യുന്നതിന് തുല്യമായിരിക്കും. അതിനാൽ തന്നെ ഈ റെഫറൻസ് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് കോടതി അന്നൊരു മറുപടി കൊടുത്തത്. അതേ അവസ്ഥയാണ് ഇവിടെ ഇപ്പോഴുള്ളത്. എന്താണ്? ഒരു വിധി ഒരു വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് വളരെ ബുദ്ധിപരമായി ഈ പ്രസിഡൻഷ്യൽ റെഫറൻസിൽ ആ കേസിനെ കുറിച്ചുള്ള ഒരു പരാമർശവും ഇല്ല. തികച്ചും ജനറൽ ആയിട്ടാണ് ഈ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് ഇതേ വിഷയത്തെ സംബന്ധിച്ച ഒരു വിധി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞതുപോലെ പറയാൻ സാധിക്കില്ല എന്നുള്ള കാര്യവും നാം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഒരു സുപ്രധാന ചോദ്യം, പ്രസിഡന്റിനും ഗവർണർമാർക്കും നിയമസഭയും പാർലമെന്റും ഒക്കെ പാസ്സാക്കുന്ന ബില്ലുകളിൽ സമയബന്ധിതമായി ഒപ്പിടേണ്ടതുണ്ടോ എന്നാണ്. അതല്ല, സമയപരിധി ഇല്ലാതെ ആ ബില്ലുകളിൽ തീരുമാനം എടുക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി അതിന്റെ മുൻ തീരുമാനത്തിന് വിരുദ്ധമായ ഒരു മറുപടി നൽകുമോ എന്നുള്ളതാണ് പ്രസക്തമായ കാര്യം. പ്രസിഡൻഷ്യൽ റെഫറൻസിന് അത്തരത്തിൽ ഒരു തീരുമാനം സുപ്രീം കോടതിയെ കൊണ്ട് എടുപ്പിക്കാൻ തക്ക ശക്തി ഉണ്ടോ എന്നാണ് നാം നോക്കേണ്ടത്. സുപ്രീം കോടതിക്ക് ഈ വിഷയത്തിൽ ഒരു മറുപടി നൽകാനോ നൽകാതിരിക്കാനോ സാധിക്കും. അത് കോടതിയുടെ വിവേചനാധികാരത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. മറുപടി കൊടുത്താൽ പോലും അതിന് ഒരു വിധിയുടെ സ്വഭാവം വരുന്നില്ല, ഒരു ഉപദേശം മാത്രം ആയിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? പഴയ വിധി അപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കും. എങ്കിൽ പിന്നെ ഈ പ്രസിഡൻഷ്യൽ റെഫറൻസ് എന്തിന് നടത്തി? അതുകൊണ്ട് എന്ത് ഉപയോഗമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രസക്തമായ ചോദ്യം. ചില രാഷ്ട്രീയ നിരീക്ഷകരും നിയമവിദഗ്ധരും ഒക്കെ പറയുന്നത് കോടതിയുടെ അധികാരത്തിന്മേലുള്ള അനാവശ്യമായ ഒരു കടന്നുകയറ്റമാണ് ഇത് എന്നാണ്. വെറുതെ കോടതിയെ പോയി ഒന്ന് ചുരണ്ടുന്നു, കോടതി ഒരു ഉപദേശം കൊടുക്കുമായിരിക്കും, ഇല്ലായിരിക്കും, പക്ഷെ അതിലൂടെ ഒരു കാര്യവും സാധിക്കാൻ പോകുന്നില്ല. എങ്കിൽ പിന്നെ എന്താണ് ഈ പ്രസിഡൻഷ്യൽ റെഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യവും വ്യക്തമല്ല. 1971
കേശവാനന്ദ ഭാരതി കേസിൽ 13 അംഗ സുപ്രീം കോടതി ജഡ്ജിമെന്റ് നമ്മളോട് പറഞ്ഞു. അതായത് നിങ്ങൾ തിരഞ്ഞെടുത്തയക്കുന്ന നിങ്ങളുടെ പ്രതിനിധികൾ എപ്പോഴും നല്ല രീതിയിൽ ഭരണഘടനയ്ക്ക് അനുസൃതമായി കാര്യങ്ങൾ ചെയ്യുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് സുപ്രീം കോടതിക്കെങ്കിലും ഇത്തരം ജുഡീഷ്യൽ റിവ്യൂ നടത്താനുള്ള അധികാരം ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ എന്താണ് പ്രശ്നം? പ്രശ്നം തുടങ്ങുന്നത് ആദ്യം മുതലേ തന്നെയാണ്. യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്ന നിയമങ്ങൾ ഭരണഘടനാപരവും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ നമുക്കെടുക്കാം നമ്മുടെ ലോകായുക്തയുടെ കേസ്. നമ്മുടെ സർക്കാർ ഒരു ബിൽ പാസാക്കി ലോകായുക്തയുടെ പല്ലും നഖവും ഒക്കെ ഇളക്കി മാറ്റി. അത് ഭരണഘടനാപരമാണെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. പക്ഷേ അത് തികച്ചും ജനവിരുദ്ധമായ ഒന്നായിരുന്നു. അത് ഗവർണറുടെ അടുക്കൽ പോകുന്നു, ഗവർണർ അത് പിടിച്ചു വയ്ക്കുന്നു. ഗവർണർക്ക് അത് പിടിച്ചു വയ്ക്കാനുള്ള യാതൊരു വിധത്തിലുള്ള അധികാരവും ഇല്ല. എങ്കിലും അദ്ദേഹം അത് പിടിച്ചു വച്ചു. അപ്പോൾ എവിടെയാണ് യഥാർത്ഥത്തിൽ പ്രശ്നം തുടങ്ങിയത്? നിയമസഭയിൽ നിന്നുമാണ് അത്തരം ഒരു പ്രശ്നം തുടങ്ങിയത്. അപ്പോൾ ചില കേസുകളിൽ മൃഗീയ ഭൂരിപക്ഷം ഉള്ള പാർട്ടിക്കാർ, ഭരിക്കുന്ന പാർട്ടിക്കാർ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ തന്നെ നിയമങ്ങൾ പാസാക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. അടുത്തതായിട്ട് അടിയന്തരാവസ്ഥ നോക്കൂ. അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ഭരണഘടനാപരമാണ്. പക്ഷേ അടിയന്തരാവസ്ഥ കാലത്ത് ആയിരക്കണക്കിന് മനുഷ്യരുടെ ബേസിക് ആയിട്ടുള്ള മനുഷ്യാവകാശം പോലും ലംഘിക്കപ്പെട്ടു എന്നുള്ളത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അങ്ങനെ അടിയന്തരാവസ്ഥ ഉള്ള സമയത്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് ആർട്ടിക്കിൾ 142 പ്രകാരം സർവശക്തിയും സർവ്വ അധികാരങ്ങളും ഏറ്റെടുത്തുകൊണ്ട് എന്തെങ്കിലും വിധി പറയാൻ സാധിക്കുമോ? നാം നേരത്തെ പറഞ്ഞ രാമേശ്വർ പ്രസാദ് എന്ന കേസിൽ 5 അംഗ ഭരണഘടനാ ബെഞ്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗവർണർമാരായി നിയമിക്കപ്പെടുന്ന ആൾക്കാർ അതിന് യോഗ്യത ഉള്ള ആൾക്കാർ ആയിരിക്കണം എന്നാണ്. എന്നാൽ സാധാരണഗതിയിൽ ഈ രാഷ്ട്രീയക്കാരാണ് ഗവർണർമാരായി നിയമിക്കപ്പെടുന്നത്. അപ്പോൾ ഗവർണർ ആയതിനു ശേഷവും അവർ തങ്ങളുടെ രാഷ്ട്രീയം കളിക്കും, ഇല്ലാത്ത അധികാരങ്ങൾ ഉണ്ടെന്ന് നടിക്കും, അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കും. ഇതെല്ലാം ഒരു ഗവർണറുടെ ലിമിറ്റേഷൻ അറിയാവുന്ന ഒരു ആൾ ആയിരുന്നു എന്നതിനാൽ മാത്രമാണ് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഗവർണർ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് സദാശിവം 5 വർഷം ഒരു ഒച്ചയും അനക്കവും ഒന്നുമില്ലാതെ നമ്മുടെ ഗവർണറായി ഇരുന്നത്. എന്താണ് ഈ വിഷയത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഒന്നാമതായിട്ട് ഈ സുപ്രീം കോടതിക്ക് ഈ പ്രസിഡൻഷ്യൽ റെഫറൻസിന് മറുപടിയെ കൊടുക്കാതിരിക്കാം. അതിലൂടെ എന്ത് സംഭവിക്കും? നമ്മുടെ ഭരണഘടനയും നമ്മുടെ പ്രസിഡന്റും അപമാനിക്കപ്പെടും. രണ്ടാമതായി, നേരത്തെ ഉണ്ടായിരുന്ന വിധിക്ക് എതിരായിട്ട് ഭരണഘടനാ പരമായി തന്നെ ഒരു മറുപടി കൊടുക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും? സുപ്രീം കോടതി പറഞ്ഞ അന്തിമമായ ഒരു വിധി തെറ്റെന്ന് പറയാതെ പറയും. അവിടെ എന്ത് സംഭവിക്കും? നമ്മുടെ സുപ്രീം കോടതിയും ഭരണഘടനയും വീണ്ടും അപമാനിക്കപ്പെടും. മൂന്നാമതായി, അഥവാ സുപ്രീം കോടതി ഏപ്രിൽ മാസം 8-ാം തീയതിയിലെ ഉത്തരവിന് അനുകൂലമായ ഒരു മറുപടിയാണ് നൽകുന്നത് എങ്കിൽ ഈ സുപ്രീം കോടതിക്ക് തന്നെ ഭരണഘടന എന്താണെന്ന് അറിയില്ല എന്നൊരു അവസ്ഥ സംജാതമാകും. അവിടെയും നമ്മുടെ ഭരണഘടനയായിരിക്കും തോൽക്കുന്നത്. എന്തായിരുന്നു ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ വിഷയത്തിൽ ചെയ്യേണ്ടിയിരുന്നത്? തമിഴ്നാടിന്റെ ഹർജിയെ അഡ്മിറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. നോൺ മെയിൻ്റനബിൾ എന്ന് പറഞ്ഞിട്ട് അതിനെ തള്ളിക്കളയണം ആയിരുന്നു. അങ്ങനെ തള്ളിക്കളഞ്ഞിരുന്നു എങ്കിൽ തമിഴ്നാട് ഗവർണറുടെ ഭരണഘടനാ വിരുദ്ധമായ പ്രവൃത്തികൾക്ക് ഒരു അംഗീകാരം നൽകുന്ന ഒരു നടപടിയായി അത് മാറുമായിരുന്നു. കാരണം ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ ഭൂരിഭാഗം ജനങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ട നിയമവശങ്ങൾ എന്താണെന്ന് അറിയില്ല. ഇത്രയധികം ഭരണഘടനാപരമായ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കേസ് ആയതിനാൽ അത് സ്വാഭാവികമായിട്ടും ഒരു 5 അംഗ ഭരണഘടനാ ബെഞ്ചിലേക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യണമായിരുന്നു. 2 അംഗ ബെഞ്ച് ഈ വിഷയം കൈകാര്യം ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെ മാറ്റണം എന്ന് ഈ അറ്റോർണി ജനറലായ വെങ്കിട്ടരമണി ആവശ്യപ്പെട്ടു എങ്കിലും കോടതി അതിൽ മുഖം തിരികുകയാണ് ഉണ്ടായത്. ഇത് മറ്റൊരു സംശയം ഉയർത്താം. ഈ കോടതിക്ക് ഈ കേസ് വാദം കേൾക്കണം എന്ന് പ്രത്യേകമായി എന്തെങ്കിലും താല്പര്യമുണ്ടായിരുന്നോ എന്നുള്ളതാണ്. അങ്ങനെ ജനങ്ങൾ ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. എന്നാൽ ജനാധിപത്യത്തിന്റെ നെടും തൂണുകളായ ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ് ഇത് മൂന്നും കൂടി എണ്ണയിട്ട യന്ത്രം പോലെ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കേണ്ട ഒന്നാണെന്നും അങ്ങനെ പ്രവർത്തിച്ചാലേ നമ്മുടെ ജനാധിപത്യം നിലനിൽക്കൂ എന്നും ഇത്തരം ബില്ലുകളിൽ തീരുമാനം എടുക്കുന്നതിന് വേണ്ടി യുക്തമായ സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് ഒരു ഭരണഘടന ഭേദഗതി നടത്താൻ
കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവായിരുന്നു എങ്കിൽ അത് വളരെയേറെ അംഗീകരിക്കപ്പെടുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ തത്വത്തിൽ കോടതി ഒരു ഭരണഘടനാ ഭേദഗതിയാണ് നടത്തിയിരിക്കുന്നത്. അതിന് കോടതിക്ക് യാതൊരു അധികാരവും ഇല്ല. അത് തികച്ചും തെറ്റായ ഒരു നടപടി ആയിരുന്നു. സുപ്രീം കോടതി എന്ത് മറുപടി നൽകിയാലും അഥവാ മറുപടി നൽകാതിരുന്നാലും ഈ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും ചേർന്ന് നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഭരണഘടനയെ അവഹേളിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം അവരുടെ ഈഗോ മുൻനിർത്തി ഭരണഘടനയെ മറികടന്നുകൊണ്ട് മറന്നുകൊണ്ട് ജീവിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പരമമായ സത്യം. അവസാനം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യക്ക് ആർട്ടിക്കിൾ 19 തങ്ങളുടെ ഈ ദയനീയ അവസ്ഥയെപ്പറ്റി ചിന്തിച്ച് പരിതപിക്കാൻ മാത്രമേ സാധിക്കൂ. നമ്മുടെ ഭരണഘടനാ ശില്പികൾക്ക് കാലം മാറുമെന്നും തങ്ങളുടെ പിൻഗാമികൾ തങ്ങളെപ്പോലെ ആയിരിക്കില്ല എന്നും കാണാനുള്ള ദീർഘദൃഷ്ടി ഉണ്ടായിരുന്നില്ല. ചരിത്ര പുരുഷനായ ഡോക്ടർ അംബേദ്കർക്ക് ഇന്ത്യൻ ജനതയുടെ മാപ്പ്.